എപ്പോഴും നമുക്ക് നരകം വാങ്ങിത്തരുന്ന ഒരു കാര്യമാണ് പിണക്കം എന്നുള്ളത്, അല്ലേ? നമുക്ക് പലരോടും പിണക്കം ഉണ്ടാവും, പക്ഷെ നമുക്ക് മിണ്ടണമെന്ന് ആഗ്രഹമുണ്ട്, അവർ നമ്മളോട് മിണ്ടുന്നില്ല. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഇൻഷാ അള്ളാഹ് പരിശുദ്ധമായ ഖുർആൻ ഒരു മരുന്ന് പറഞ്ഞു തരുന്നുണ്ട്. പിണക്കം മാറാൻ ഭർത്താവ് ഭാര്യയോടാകട്ടെ, ഭാര്യ ഭർത്താവിനോടാകട്ടെ, സഹോദരങ്ങളോട്, അയൽവാസികളോട്, ആരോട് പിണങ്ങിയാലും പരസ്പരം ഇണക്കമുണ്ടാകാൻ ഈ കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പരിശുദ്ധമായ ഖുർആനിലെ ചില ആയത്തുകളും സൂറത്തുകളുമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നരകം നമുക്ക് വിലക്ക് വാങ്ങിത്തരാതെ സ്വർഗം നമുക്ക് നേടിത്തരാൻ കഴിയുന്ന അത്ഭുതകരമായ ഈ ഒരു അമലിനെ പറ്റി ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു പഠിക്കാനും പകർത്താനും പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. പ്രിയമുള്ള മുഹബ്ബീങ്ങൾ, എല്ലാവർക്കും റാഹത്തല്ലേ? അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ഒരു ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇതുപോലെ ഒരു പ്രഭാതത്തിൽ ഒരുമിച്ച് കൂടുവാൻ ഭാഗ്യം തന്ന അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും. അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം അത് സ്വർഗമാണ്. സ്വർഗം നമുക്ക് കിട്ടുന്ന ഏതൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നതൊക്കെയും നരകത്തിലേക്കുള്ള ചവിട്ടുപടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മുസ്ലിമു അഹുൽ മുസ്ലിം. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ സഹോദരനെ പോലെയാണ്. ആദം നബിയുടെയും ഹവ്വാ ബിബിയുടെയും മക്കളാണ് മനുഷ്യനെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പരസ്പര സ്നേഹവും പരസ്പര വിശ്വാസവും പരസ്പര ഐക്യവും എല്ലാം ഭാര്യ ഭർത്താവാകട്ടെ, മക്കളും മാതാപിതാക്കളുമാകട്ടെ, കൂടപ്പുറപ്പുകളാകട്ടെ, അയൽവാസികളാകട്ടെ, സൗഹൃദങ്ങളാകട്ടെ, ബന്ധങ്ങളെല്ലാം അത് നിർബന്ധമാണ് എന്നാണ് നമുക്ക് ബന്ധങ്ങളെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി തരിക. ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മദീന പള്ളിയിൽ ഇരിക്കുമ്പോൾ സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബ, നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിന്റെ അവകാശിയെ കാട്ടിത്തരട്ടെയോ? സ്വഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, നിങ്ങൾ കാണിച്ചു തരീൻ. അള്ളാഹിന്റെ റസൂൽ ഇങ്ങനെ ഓരോ വിരൽ ചൂണ്ടിയിട്ട് ഒരാളെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ആ മനുഷ്യൻ സ്വർഗത്തിലാണ്. വീട്ടാവശ്യത്തിന് വേണ്ടി അങ്ങാടിയിലേക്ക് പോയ ഒരു മനുഷ്യനെ ചൂണ്ടിയിട്ട് നബി തങ്ങൾ പറഞ്ഞു, ആ മനുഷ്യൻ സ്വർഗത്തിലാണ്. വീണ്ടും രണ്ടാമതും മൂന്നാമതും മനുഷ്യനെ ചൂണ്ടിക്കാണിച്ച് സ്വഹാബത്തിനൊരു ആഗ്രഹം, ഈ മനുഷ്യന് സ്വർഗം കിട്ടാൻ എന്തായിരിക്കും കാരണം? അങ്ങനെ ആ മനുഷ്യന്റെ കൂടെ നടന്നതാണ് സ്വഭാവങ്ങൾ ഒപ്പിയെടുക്കാൻ, ഒന്ന് അനലൈസ് ചെയ്യാൻ, ഒന്ന് പഠിക്കാൻ, പഠനം പൂർത്തീകരിച്ച് എന്താണെങ്കിലും കിട്ടിയാൽ നമുക്ക് സ്വർഗം കിട്ടുമല്ലോ എന്ന് കരുതി പുറകെ നടന്നു. 3 ദിവസം നടന്നിട്ടും സ്വഹാബത്ത് ചെയ്യുന്ന കാര്യം അത് തന്നെയാണ് ആ മനുഷ്യന് ചെയ്യുക, പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യനോട് തന്നെ സ്വഹാബത്ത് നേരിട്ട് ചോദിച്ചു, മനുഷ്യ, അള്ളാന്റെ റസൂല് നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ സ്വർഗത്തിന്റെ അമൽ എന്താണ്? ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. നിങ്ങൾ നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കും, നോമ്പെടുക്കുന്ന പോലെ നോമ്പെടുക്കും, ഖുർആൻ ഓതുന്നപോലെ ഖുർആൻ ഓതും, ഇതെല്ലാം ഞാൻ ചെയ്യും. പക്ഷേ ഇതിനും അപ്പുറം ഒരു പ്രത്യേകിച്ച് ഒരു അമൽ എൻ്റെ ജീവിതത്തിൽ ഇല്ല. പിന്നെ എനിക്ക് സ്വർഗം കിട്ടാൻ കാരണമായ ഒരു അമലുണ്ട്, അത് വലിയ പ്രാധാന്യമായി എനിക്ക് തോന്നിയിട്ടില്ല. അതെന്റെ ജീവിതത്തിന്റെ കൃത്യനിഷ്ഠതയാണ്. ആരെന്നെ ഒറ്റപ്പെടുത്തിയാലും, ആരെന്നെ കളിയാക്കിയാലും, ആരെന്നെ പരിഹസിച്ചാലും ഒരാളോടും എനിക്ക് വെറുപ്പ് തോന്നിയിട്ടില്ല, ഒരാളോടും എനിക്ക് വിദ്വേഷം തോന്നിയിട്ടില്ല, ഒരാളുടെ നേർക്ക് ഞാൻ നെറ്റി ചുളിച്ചിട്ടില്ല എന്ന് മഹാനായ സ്വഹാബി മറ്റു സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു എന്നാണ്. ഈ വിഷയം നബിതങ്ങൾ ഹദറത്തിലേക്ക് എത്തിയപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, അത് തന്നെയാണ് കാരണമെന്ന് മുത്തായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ രണ്ടാളുകൾ പിണങ്ങി, ആ പിണങ്ങിയ ആളുകൾക്കിടയിൽ മധ്യസ്ഥത വഹിച്ചവന്, മധ്യസ്ഥത നിന്നവന് അള്ളാന്റെ റസൂൽ പറയുന്നത് ഓരോ വാക്കിനും ഒരു അടിമയെ മോചിപ്പിച്ച കൂലിയുണ്ടെന്നാണ്. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്പരം പിണങ്ങി കഴിയുന്നവരെ കുറിച്ച് ഒരുപാട് ശക്തമായ താക്കീത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ 3 ദിവസത്തിൽ കൂടുതൽ ഒരാൾ പിണങ്ങിയിരിക്കുകയും അവനങ്ങ് മരണപ്പെടുകയും ചെയ്താൽ അവൻ നരകം ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉമ്മമാരെ, എൻ്റെ ഉപ്പമാരെ, സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ആരോടെല്ലാം പിണക്കുണ്ട്? അയൽവാസികളോട് പിണങ്ങി കഴിയുന്നവർ, ഭർത്താവിനോട്, ഭാര്യയോട്, ഉമ്മയോട്, വാപ്പയോട്, ഭർത്താവിന്റെ കുടുംബക്കാരോട്, ഇതെല്ലാം നമുക്ക് പിണക്കേണ്ടില്ല എന്നല്ല, നമ്മൾ മനുഷ്യരാണ്. പക്ഷെ ആ പിണക്കം നമുക്ക് 3 ദിവസത്തിൽ കൂടുതൽ നീണ്ടു പോകാൻ പാടില്ല. നമ്മുടെ മരണം എപ്പോഴെന്ന് അറിയില്ല. മരണം എപ്പോഴാണെന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് പോയി മിണ്ടിയാൽ മതിയല്ലോ. പക്ഷെ മരണം നമുക്കറിയില്ലല്ലോ എപ്പോഴാണ്. അതുകൊണ്ട് തന്നെ 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങിയിരുന്ന ഒരാൾ മരണപ്പെട്ടു പോയാൽ സ്വർഗ്ഗമില്ല. അത് മാത്രമല്ല, പരസ്പരം പിണങ്ങിക്കഴിയുന്നവരുടെ ഇബാദത്ത് വളിരിബു ബിഹാദൽ വജിഹിൽ സ്വാഹിബിഹ, അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടുമെന്നാണ്. അവന്റെ ദുആ അല്ലാഹ് സ്വീകരിക്കൂല, ഒരു സൽപ്രവർത്തനങ്ങളും അല്ലാഹ് സ്വീകരിക്കൂല. അത്രമാത്രം തീക്ഷ്ണമാണ്, ഭീമത്സകമാണ്, ഭയാനകമാണ് പരസ്പരം പിണങ്ങിക്കഴിയൽ. ബന്ധങ്ങൾ ചേർത്ത് പിടിക്കൽ എപ്പോഴും ഇസ്ലാമിന് വലിയ മൂല്യമുള്ള കാര്യമാണെന്ന്
അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ. ഇത് കേൾക്കുമ്പോൾ ഉപ്പമാര് ചിന്തിക്കും ഉസ്താദേ, എനിക്ക് ഒരാളോട് പിണക്കാണ്, ഞാൻ പലപ്പോഴും പോയി അപ്പോഴത്തെ ദേഷ്യത്തിൽ പിണങ്ങി ഞാൻ പലപ്പോഴും പോയി സലാം പറയുന്നുണ്ട്, ഓ സലാം അടക്കണില്ല, എന്നോട് പഴയ പോലെ മിണ്ടണില്ല, ഞാൻ എന്റെ ഭാഗം ക്ലിയർ ആക്കി, ഓ മിണ്ടണില്ല എന്ന് പരാതി പറയുന്നുണ്ടാകും. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പിണങ്ങിയിട്ട് ആദ്യം മിണ്ടുന്നവന് സ്വർഗത്തിൽ കൊട്ടാരമുണ്ടെന്ന് നബിയുന റസൂലുള്ളാഹി. എന്നാലോചിക്കേ, നബിതങ്ങൾ പറഞ്ഞു 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങിയിരുന്നാൽ സ്വർഗം ഇല്ല, നരകം ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ പിണങ്ങിയിട്ട് ആദ്യം പോയി മിണ്ടുന്നയാളിനെ, ആദ്യം കാണുമ്പോൾ സലാം പറയുന്നയാളിനെ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു എന്നാണ്. സ്വഹാബത്ത് അതുകൊണ്ട് തന്നെ ആ നിമിഷത്തിൽ എല്ലാവരോടും പരസ്പരം സലാം പറഞ്ഞിരുന്നു എന്ന് ഹദീസുകൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഒരാളോട് പിണങ്ങി, നമുക്ക് സാഹചര്യം കൊണ്ട് പിണങ്ങിപ്പോയി, പക്ഷെ നമ്മൾ അങ്ങോട്ട് മിണ്ടാൻ പോയിട്ടും ഇങ്ങോട്ട് മിണ്ടാൻ വരണില്ല. ആലോചിക്കേ, അങ്ങനെയുള്ളവരുണ്ടാവും. എന്നാൽ അവരുടെ സ്നേഹം അല്ലെങ്കിൽ ആ പിണക്കം മാറാൻ പരിശുദ്ധമായ ഖുർആൻ ഒരു എളുപ്പ വഴിയുണ്ട്. അതാണ് നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ പ്രാക്ടിക്കലായി ഒന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ പിണക്കങ്ങൾ മാറാൻ, പിണക്കങ്ങൾ കാരണം നരകത്തിൽ പോകുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുമെന്ന് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണത്? ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള നിസ്കാരം കൃത്യമാക്കുക. നിസ്കാരം കൃത്യമാക്കിയതിനു ശേഷം പരിശുദ്ധമായ ഖുർആനിലെ ഖൽബുൽ ഖുർആൻ ഏതാണ്? സൂറത്തുൽ യാസീൻ. പരിശുദ്ധമായ സൂറത്തുൽ യാസീൻ 8, 9 ആയത്ത് ഏതാണ്? ഇന്നാ ജഅൽനാ ഫീ അനാഖിഹിം മഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. അപ്പോൾ 8, 9 സൂറത്തു യാസീനിലെ 8, 9 ആയത്ത് നമ്മൾ പതിവാക്കുക. ആ ആയത്ത് നമ്മൾ പതിവാക്കുക. നമ്മൾ പിണങ്ങി കഴിയുന്ന ആളുടെ മനസ്സിൽ കരുതിയിട്ട് നമ്മൾ ഇങ്ങനെ നിത്യമാക്കുക. ഉറപ്പായും അവരുടെ കൽബിൽ നമ്മുടെ മനസ്സിന് നമ്മോട് ഒരു ഇഷ്ടമുണ്ടാകും, ഒരു അനുകമ്പയുണ്ടാകും. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാ നിസ്കാര ശേഷവും സൂറത്തുൽ ശറഹ്, അലം നശ്റഹ് ലക സദറക്കില്ലേ, ആ അലം നശ്റഹ് ലക സദറക്ക് 17 വട്ടം പതിവാക്കണം. ഉസ്താദേ 17 വട്ടോ? ചെറിയ സൂറത്താണ്, ഇനി അതും കഷ്ടപ്പാടെന്ന് കരുതിയാൽ സ്വർഗം വിലയ്ക്ക് വാങ്ങുന്ന, നരകം തട്ടിക്കളയുന്ന ഒരു അത്ഭുതത്തിന്റെ അമലാണ് പിണക്കം മാറി അവർക്ക് ഇഷ്ടമുണ്ടാകാൻ. എല്ലാ ഫർദ് നിസ്കാര ശേഷവും 17 വട്ടം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം നശ്റഹ് ലക സദറക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ലഹറക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫറഗത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. 1 മിനിറ്റ് പോലും വേണ്ട, 17 തവണ ചൊല്ലിയാൽ ഈ ഖുർആനിലെ സൂറത്തുൽ യാസീനിലെ 8, 9 ആയത്തും സൂറത്തു അലം നശ്റഹ് നിങ്ങൾ പതിവാക്കിയാൽ ഉറപ്പായും ബന്ധങ്ങൾ ശിഥിലമാകാതെ ചേർന്നിരിക്കും. അരക്കിട്ടുറപ്പിച്ചതുപോലെ ഉറപ്പുള്ള ബന്ധമായി സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടിയാകുമെന്ന് മുത്തായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് ഓരോ അലം നശ്റഹ് ഓതുമ്പോഴും മനസ്സിൽ കരുതണം, പടച്ചവനെ ഇന്നയാളിനെ എനിക്ക് നടിപ്പിച്ചു തരണം, ഇന്നയാളുടെ പിണക്കൊന്ന് മാറ്റി തരണമെന്ന് മനസ്സിൽ കരുതണമെന്ന് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിരുന്നുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പിണക്കമില്ലാതെ ജീവിക്കുവാനും പിണക്കമില്ലാതെ മരിക്കുവാനും അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയിപ്പിക്കണം. 40 പേര് നല്ലത് പറഞ്ഞാൽ നമ്മളെ സ്വർഗത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മളെ കുറിച്ച് എത്ര പേര് നല്ലത് പറയുമ്പോ, എത്ര പേര് നല്ലത് പറയുമ്പോ ഒന്ന് ചിന്തിക്ക്. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ വിശദീകരിക്കുന്നില്ല, ഞെട്ടിപ്പരത്തി പറയുന്നില്ല. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്നാണ് നമ്മുടെ ആശയം. ഇൻഷാ അല്ലാഹ് നമ്മുടെ പിണക്കങ്ങൾ മാറാൻ, ഇണക്കങ്ങൾ ഉണ്ടാകാൻ സൂറത്തുൽ യാസീനിലെ 8, 9 ആയത്തും അലം നശ്റഹ് ലക സദറക എന്ന സൂറത്തും നിങ്ങൾ പാരായണം ചെയ്യിൻ. ഉറപ്പായും കൽബ് മയപ്പെടുമെന്ന് അനുഭവസ്ഥർ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള കുറഞ്ഞ സമയത്തിൽ ഉപകാരപ്രദമായ അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനിക്കുമാറാകട്ടെ. അതോടൊപ്പം വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്ന ആത്മീയ മജ്ലിസ് അൽഹംദുലില്ലാ എല്ലാ ദിവസവും രാത്രി 9 മണിക്കാണ് ബദറിൻ തീരം എന്ന ആത്മീയ മജ്ലിസ്. ആയിരങ്ങൾ സംഗമിച്ച് തിബ്ബുസ് സലാത്തും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും ഹദ്ദാദ് റാത്തിബൊക്കെയായി മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന ഒരു മജ്ലിസാണ്. നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അള്ളാഹു നല്ലത് പഠിക്കാനും നല്ലത് പകർത്താനും തൗഫീഖ് തരട്ടെ. ഒരുപാട് ആളുകൾ നമ്മോട് ദുആ കൊണ്ട് വസിയത്ത്
ചെയ്തിട്ടുണ്ട്. നേരിട്ട് പറഞ്ഞവർ, നമുക്ക് വാട്സപ്പിലൂടെ അറിയിച്ചവർ, ഫോണിലൂടെ പറഞ്ഞവർ, എവിടെയെങ്കിലും അവിചാരിതമായി കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞവർ, പരിചയക്കാർ, അങ്ങനെ എല്ലാവർക്കും അള്ളാഹു ഖൈറിന്റെ വാതായനങ്ങൾ തുറന്നിട്ട് തമ്മിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നാം എല്ലാവരെയും അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു, ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. പുതിയ ഒരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. അറിവഴകുകളുടെ നിലാമഴയിൽ പ്രഭാപൂരിതമാകുന്ന വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനൽ നിങ്ങളൊക്കെ സ്വീകരിക്കണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അത് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് സെപ്റ്റംബർ 20, 21 തീയതികളിൽ വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം ആത്മീയ മജ്ലിസിന്റെ 101ാമത് സദസ്സും 1500ാമത് റബീഅ സംഗമവും കൊല്ലം ജില്ലയിലെ കടക്കൽ കുമ്മിളിനടുത്ത് പള്ളിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് നടത്തുന്നുണ്ട്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും ആ 2 ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കണം. അള്ളാഹ് കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വസിയത്തോടെ ഊസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.